ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖം തന്നെ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മൾ വീട്ടിലൊക്കെ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ഇന്നൊന്ന് സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. ഇപ്പോൾ രാത്രി 12 മണിയാന്ന് കേട്ടോ. ആ ഒരു ടൈമിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോയിട്ട് ഫുഡാക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ തണുപ്പാകുമ്പോൾ ഇങ്ങനെ ടെൻ്റെല്ലാം കെട്ടിയിട്ട് അങ്ങനെ പോകലുണ്ട്. ഇന്ന് ടെൻ്റൊന്നും കെട്ടുന്നില്ല, രാവിലെ അവിടെ എത്തുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 3 മണി 4 മണി ആ ഒരു ടൈമിലെല്ലാം വിടാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തേക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം പ്ലാൻ ആക്കിയിട്ടുള്ളത് നല്ല ചിക്കൻ്റെ കറിയും അതുപോലെ തന്നെ ഇഡ്ഡലി മാവ് വാങ്ങിച്ചിട്ട് ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ഇഡ്ഡലി പാത്രമെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകാൻ. പിന്നെ പ്ലാന് ചേഞ്ച് ആക്കിയിട്ടാണ് നോക്കുമ്പം കുറേ ചട്ടിയും പാത്രമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ പാത്രം കൂടെ ആകുമ്പോൾ കുറച്ച് കൂടുതലാണ്. ഇഡ്ഡലി പാത്രം എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ വലുതാണ്, ചെറുതില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് പ്ലാന് മാറ്റിയിട്ടാണ്. എന്താ വെച്ചാൽ പുട്ടും ചിക്കൻ്റെ കറിയും ആക്കാമെന്ന് വിചാരിച്ച്. പുട്ടാകുമ്പോൾ പിന്നെ ഈസിയാണ് കേട്ടോ. എനിക്ക് ചിക്കൻ വേകുന്ന ഒരു ടൈമിൽ അതിൻ്റെ സ്റ്റീം കൊണ്ട് അതിൻ്റെ മുകളിൽ വെക്കുന്ന പുട്ടും കുറ്റി എൻ്റെ അടുത്തുണ്ട്, കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട്. അപ്പം ചിക്കൻ്റെ കറി മസാല എല്ലാം തേച്ചിട്ട് വിസിലിടാതെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പുട്ടുണ്ടാക്കാമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച് പക്ഷേ പുട്ടും പൊടി എൻ്റെ അടുത്തില്ല കേട്ടോ. അപ്പോൾ അത് പറഞ്ഞ് പോകുമ്പോൾ വാങ്ങിച്ചാന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു സെറ്റ് ഉണ്ടോ, ഇത് നമ്മളെപ്പോഴും ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകുന്ന കേട്ടോ. ഇതിൽ സ്പൂണുണ്ട്, ഗ്ലാസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ 6 പ്ലേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റ് ഇങ്ങനെ എടുത്താൽ ഇത് നമുക്ക് പുറത്തെല്ലാം പോകുമ്പോൾ നല്ല ഉപയോഗമുള്ളതാണ് കേട്ടോ. പ്ലാസ്റ്റിക്കാണ്, എന്നാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് നെസ്റ്റോ എന്നാണ്. കുറേ മുന്നേ 2 വർഷം മുന്നേ അങ്ങനെ ഓഫറിൽ ഇട്ടപ്പം കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചാട്ടോ. അത് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ പച്ച മസാല എൻ്റെ അടുത്ത് അരച്ചതുണ്ടായിരുന്നു, അപ്പം അതും കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പം വേറെ മുളക് പൊടി ഇതൊന്നും എടുക്കണ്ടല്ലോ, അതിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരച്ചിട്ട് വെച്ചതാണ് പച്ച മസാല. ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചു തന്നു. അപ്പം അത് ഞാൻ ഫ്രീസറിൽ വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേന് തണുപ്പ് പോയിക്കോളും. പിന്നെ ഇവിടെ തണുപ്പ് തുടങ്ങിയല്ലോ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എന്തായാലും തണുപ്പ് പോവില്ല. പിന്നെ ചിക്കൻ കറിക്ക് ഇടാനുള്ള ഉള്ളി, പിന്നെ അതുപോലെ തന്നെ ഓംപ്ലേറ്റ് അടിച്ചാന്ന് വിചാരിച്ചിട്ട് ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയട്ടാ എന്താ സംഭവിച്ചെന്ന്. പിന്നെ തക്കാളി, ഒരു ചിക്കൻ കറിക്കുള്ള തക്കാളിയും കറിവേപ്പില പച്ചമുളക് ഉള്ളി ഇതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഞാൻ അരച്ചതുണ്ടല്ലോ പച്ച മസാല, അതും. അപ്പോൾ പെട്ടെന്ന് കറി റെഡി ആവുമല്ലോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ബോക്സിൽ വെക്കലാന്ന് കേട്ടോ. ഇത് മുന്നേ ഫിഷ് മാർക്കറ്റിലെല്ലാം പോകുമ്പോൾ നമ്മൾ ഇത് കൊണ്ടുപോകും കേട്ടോ. അത് കുറച്ച് വലുതാണ്. അപ്പം കുറച്ച് കൂടുതൽ ദുബായ് ഫിഷ് മാർക്കറ്റിലെല്ലാം ആകുമ്പോൾ കുറച്ച് കൂടുതൽ ലേറ്റ് ആവുമല്ലോ ഇങ്ങോട്ട് എത്താനും. അപ്പോൾ ഇതിൽ വെക്കുമ്പം തെർമാക്കോണ്ട് നല്ല തണുപ്പ് നല്ല നിൽക്കും. കുറച്ച് ഐസും ഇട്ട് കൊടുത്താലായി, അപ്പോൾ കുറച്ച് തണുപ്പ് നിൽക്കും. അപ്പോൾ അതിൽ തന്നെ ഞാൻ എന്താക്കി പച്ച മസാലയും പിന്നെ ഉള്ളിയും തക്കാളിയും ഒക്കെ ആ ഒരു ബോക്സിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ട് അതും വെക്കാനുണ്ട് കേട്ടോ. ചിക്കൻ ഇപ്പം എൻ്റെ അടുത്തില്ല. പിന്നെ ഒരു ചെറിയ ഓട്ടപാത്രം, കയ്യിൽ സ്പൂണ്, അങ്ങനത്തെ എല്ലാം. പിന്നെ ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ ഫ്രൈ പാൻ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചായൻ്റെ പാത്രം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മാഗി എന്തെങ്കിലും വാങ്ങിക്കുമ്പോഴെല്ലാം അവിടെ എത്തുമ്പം തണുപ്പെല്ലാം ആകുമ്പം എല്ലാവർക്കും കുറച്ച് പൂതിയെല്ലാവുമല്ലോ. അപ്പം അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെ കറിയിൽക്കെല്ലാം ഉപ്പ് വേണമല്ലോ. ചിക്കൻ്റെ കറി പുട്ടെല്ലാം ഉണ്ടാക്കുമ്പോൾ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് ഓടുന്ന് കിട്ടൂല കേട്ടോ. അപ്പം അതെല്ലാം നേരെ കറക്റ്റ് ഞാൻ വെക്കുന്നുണ്ട്, ഓർമ്മയിൽ വെക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇതെല്ലാം മറക്കലുണ്ട്. അപ്പം ഇങ്ങനെ പോയി ശീലമായപ്പം നമുക്കറിയുന്നല്ലേ എന്തെല്ലാം കൊണ്ടുപോകണം എന്നെല്ലാം. അപ്പം അതെല്ലാം വെച്ച്. പിന്നെ തേങ്ങ, പുട്ടിനിടാനുള്ള തേങ്ങ, അത് ഞാൻ ഫ്രീസ് ചെയ്തിട്ട് നേരെ എടുത്തിട്ട് ആ ഒരു ബോക്സിലേക്ക് വെച്ച്. പിന്നെ നമ്മളെ ഗ്യാസ് അടുപ്പ്, പിന്നെ ചെറിയൊരു മുണ്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ചെറിയൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ 2-3 അതിൻ്റെ ഗ്യാസിൻ്റെ കുറ്റി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒന്ന് മതി നമുക്ക്, ചിലപ്പോൾ 2 വേണ്ടി വരുന്നത്. എന്താ വെച്ചാൽ ഓംപ്ലേറ്റ് ഇതെല്ലാം ആക്കുമ്പോൾ ചായ എല്ലാം ആക്കുമ്പോൾ
ചിലപ്പോൾ കാറ്റുണ്ടാകുന്ന അവിടെ. അപ്പോൾ പെട്ടെന്ന് സാധനം നമുക്ക് ആവില്ല. ചിക്കൻ കറി ആയാലും വെള്ളമെല്ലാം തിളക്കാൻ വെച്ചാൽ പെട്ടെന്ന് ആവില്ല. അപ്പോൾ അതുകൊണ്ട് 2-3 എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒന്നെന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്നും വേണ്ടി വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ അവിടെ കാറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ 2 ആപ്പിളും 2 ഓറഞ്ചും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു തരിക ഇതും എടുക്കുന്നുണ്ട് കേട്ടോ. അതിനിപ്പം ചിക്കൻ കറിയിലാക്കിയിട്ട് താഴെ വെക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ പായാണ് നമ്മൾ എടുത്തിട്ടുള്ളത് താഴെ വിരിക്കാൻ. അപ്പോൾ അതിലും ചൂടോടെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തരിക എടുത്തിട്ടുണ്ട്. പിന്നെ സെറ്റിൽ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ കളിക്കുള്ളൂ കേട്ടോ, ഉറപ്പൊന്നുമില്ല. എടുത്തതാന്ന് പക്ഷേ നമ്മൾ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓർമ്മ വരിച്ച ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം അതെടുക്കേന് സെറ്റിലെല്ലാം കളിക്കേന്ന് വിചാരിക്കും. പിന്നെ സൺഫ്ലവർ സീഡില്ല, അതിങ്ങനെ വണ്ടിയിൽ നിന്നോ ഒക്കെ തിന്നാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു കുപ്പിയിൽ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പെട്ടിയിൽ എന്താണെന്നറിയോ, അതിൽ നമ്മൾ തണുപ്പിനിടുന്ന ജാക്കറ്റൊക്കെ എന്നിട്ടാ. പിന്നെ അവിടെ വെള്ളമുണ്ട്. അപ്പോൾ അതിൽ കുളിക്കുന്നുണ്ടെങ്കിൽ ടീഷർട്ട്, തോർത്ത്, മുണ്ട് കാര്യങ്ങൾ അതെല്ലാം എടുത്തിട്ട് ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പെട്ടിയിൽ. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെച്ച് കൊണ്ട് പോകാനെല്ലാം ഉള്ളത്. ഞാൻ റെഡി ആയിക്കൊണ്ടിട്ട് ഫാദർ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ റെഡി ആയിക്കോ, ഞാൻ വന്ന പാട് നമുക്ക് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ റെഡി ആവലും കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് നേരം എല്ലാം വെയിറ്റ് ആക്കിക്കൊണ്ടിരുന്നിട്ടാണ്. പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ മിററിലെല്ലാം നോക്കിയിട്ട് എടുത്താൽ പോയേക്കും ഫാദർ വന്ന്, ബ്രദറും വന്ന്. അപ്പോൾ സാധനമെല്ലാം വേഗം വണ്ടിയേക്ക് കയറ്റലാന്ന്. ഇനിയിപ്പം എൻ്റെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ, നാട്ടിലുള്ള ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം അവനും നമ്മളെ കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെ പോയിട്ട് എടുക്കാനും ഉണ്ട്. ഇവിടുന്ന് കുറച്ച് പോകണം കേട്ടോ, 10-20 മിനിറ്റ് പോകണം. അപ്പോൾ അവനെ കൂട്ടാനും വേണ്ടിയിട്ട് പോകാനുണ്ട്. അപ്പോൾ ഡിക്കിൽ നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനമെല്ലാം സെറ്റാക്കലാന്ന് കേട്ടോ. അപ്പോൾ ബ്രദർ ചോദിക്കുന്നുണ്ടല്ലോ ഇത്ര സാധനമെല്ലാം ഓടിക്കാന്നല്ലോ. ഞാൻ പറഞ്ഞു ഇതൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്തുമ്പോൾ ചോദിക്കും എവിടെ അതെടുത്തൂടേനാന്ന്. അതുകൊണ്ട് ആവശ്യമില്ലെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ്. പിന്നെ ചിക്കന് ഇല്ല എന്ന് പറഞ്ഞില്ലേ, ചിക്കൻ മുന്നേ എടുത്ത് വെക്കേണ്ടതായിരുന്നു. കഴുകിയിട്ടെല്ലാം ഫ്രീസറിൽ വെച്ചാൽ മതി ഇനി പീസെല്ലാം ആക്കിയിട്ട്. പക്ഷേ അതിൻ്റെ ഓർമ്മയേ ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ പോകാനെല്ലാം പ്ലാനാക്കിന്, പക്ഷേ ചിക്കൻ്റെ ഒരു ഓർമ്മയേ ഇല്ല. അങ്ങനെ ഫാദർ പറഞ്ഞ് ആഷിം 24 hours ഉണ്ട്, അപ്പം അവിടെ ഉണ്ടാവും, അവിടെ പോയിട്ട് വാങ്ങാമെന്ന് അറിഞ്ഞിട്ട് നമ്മൾ വെള്ളം അതുപോലത്തെ എന്തെങ്കിലും ഇങ്ങനെ പോകണ വഴിക്ക് ഇങ്ങനെ കഴിക്കാനും എന്തെങ്കിലും ചിപ്സ് അങ്ങനെ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട, പിന്നെ മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ ഇങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ടപ്പം അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ പുട്ടിൻ്റെ കൂടി കഴിക്കാമല്ലോ. ഒരുപാട് ഇങ്ങനെ ഓഫർ മുട്ട കൊണ്ടുവന്നുണ്ട്. പക്ഷെ പിന്നെയാണ് മനസ്സിലാക്കിയത് മുട്ട എടുക്കുന്നത് നല്ല മുട്ട തന്നെ എടുക്കണം, നല്ല വെളുത്ത മുട്ട. ഗ്രീൻ എയ്ത്ത് അല്ല, ഗ്രീൻ എയ്ത്തുള്ളത്. പിന്നെ എത്ര ഗ്രീന് സീല് നോക്കി മേടിക്കാം, അതായിരിക്കും നല്ല ക്വാളിറ്റി എഗ്സ്. ഓക്കെ, ആഷിമിൽ നല്ലൊരു പുതിയ പണിക്കാരത്ത് കയറിനി, നല്ല പണിയെടുക്കുന്ന ഈ പെണ്ണ്. ഗായ്സ്, ഈ പഴം തൊട്ടയിലിട്ടാലും മഞ്ഞ തന്നെ കാണും. എഗ്ഗ് വാങ്ങിക്കുമ്പം നമ്മൾ ആദ്യമെല്ലാം നല്ല ഓഫറിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 15-16 ദിർഹത്തിനെല്ലാം ഓഫറിൽ കിട്ടുന്നു നെസ്റ്റോയിൽ അവിടെ എല്ലാം. പക്ഷേ അല്ലേ അത് നമ്മൾ എന്തെങ്കിലും ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോഴോ അതുപോലെ വേവിച്ചിട്ടെല്ലാം കഴിക്കുമ്പോഴേ അത് വേറെ തന്നെ ഒരു ടേസ്റ്റും മണമൊക്കെ വേറെ തന്നെ കേട്ടോ. നമുക്ക് എഗ്ഗ് കഴിക്കാനേ ഒരു ഇഷ്ടമില്ലാത്തൊരു ഫീലാണ് അതിൻ്റെ സ്മെല്ലെല്ലാം കേൾക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഓഫറിൽ എടുക്കലില്ല കേട്ടോ. ഇപ്പോൾ എടുക്കുമ്പോൾ പ്രൈസ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല എഗ്ഗ് നോക്കിയിട്ട് കുറച്ച് വലുത് നോക്കിയിട്ട് അങ്ങനെ എടുക്കലാന്ന്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ബ്രദറിൻ്റെ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് പിന്നെ സുബൈ വാങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ പോയി നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നേരെ വെളുക്കുന്നത് ആ സീന് കാണാൻ നല്ല രസമല്ലേ. അപ്പം അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് വിട്ടിട്ടാ.
പിന്നെ നമ്മൾ പറഞ്ഞ ഒരു ചായപ്പീടി ഉണ്ട്. ഗോർഫക്കാൻ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മളെപ്പോഴും വന്നാലും അവിടെ നിന്നാണ് ചായ കുടിക്കൽ. അപ്പോൾ അതാ പതിവ് പോലെ തന്നെ ഞാൻ ചായ ഉണ്ടാക്കി കൊടുന്നിക്കണ്. എന്നാലും അപ്പോൾ അത് പറഞ്ഞ് ഇവിടെ നിന്നൊരു നല്ല തണുപ്പല്ല, നല്ല തണുപ്പായിട്ടുണ്ട്. അപ്പം നല്ല ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാമെന്ന്. അപ്പോൾ നോക്കുമ്പം ആ ഒരു ഷോപ്പിലില്ലേ പണിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരെല്ലാം ചായ കുടിച്ചുകൊണ്ടെല്ലാം ഉണ്ട് കേട്ടോ. ബിസ്ക്കറ്റും ചായ എല്ലാം കുടിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ ഫാദറിന് നമുക്കും ബിസ്ക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനെന്താ കോഫിയാന്ന് തോന്നുന്നു കേട്ടോ പറഞ്ഞത്. പിന്നെ അവരെല്ലാം ചായ അങ്ങനെയെല്ലാം പറഞ്ഞ് എന്താ ബിസ്ക്കറ്റെല്ലാം വാങ്ങിച്ചിട്ട് ചായയിൽ കുത്തി കുടിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പക്ഷേ നമ്മൾ ചായ എപ്പോഴും വാങ്ങുമ്പോൾ മധുരം ഇടാതെയാണ് വാങ്ങൽ. ബിസ്ക്കറ്റ് കുത്തി തിന്നുമ്പോൾ ചെറിയൊരു മധുരമാണ്, നല്ല രസം ഉണ്ടാവൽ. പിന്നെ നല്ല ചൂടോട് കൂടിയിട്ട് ചായ എല്ലാം കുടിച്ചിട്ട് അവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാ പിന്നെതാ നമ്മൾ ഗോർഫക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ഇല്ലേ ഈ ഒരു താഴെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൽ നമ്മളെല്ലാവരും കൂടെ കസിൻസും ഫാമിലിയെല്ലാം കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാത്തുൻ്റെ ഉമ്മൊക്കെ ആ ഒരു ടൈമിലുണ്ടായിരുന്നു ഇവിടെ, ഫൗസാന് ഉമ്മെല്ലാം ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും വെള്ളത്തിലിറങ്ങി കുളിച്ച് കുറേ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈം. 2-3 ഫാമിലിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വെള്ളം നോക്കല്ലോ, ഇവിടെ എല്ലാം ഫുള്ള് വെള്ളമായിരുന്നു. അതിൻ്റെ മുകളിലെല്ലാം ആൾക്കാർ കയറിയിട്ട് ഇങ്ങനെ വെള്ളത്തേക്ക് ചാടിങ്ങോണ്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. അത്രയും വെള്ളം. ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒരു തുള്ളി കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. എന്നാലും എൻ്റെ ബ്രദർ പോയിട്ട് ചാടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഫാദർ പറഞ്ഞതിൽ കുളിക്കണ്ട, ഇങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളമല്ലേ. പിന്നെ ഓൻ പറഞ്ഞ ചെറുതായിട്ട് ഇങ്ങനെ ഇളകുന്നുണ്ട് വെള്ളം, ഒഴിഞ്ഞു പോകുന്ന എന്തോ പറഞ്ഞ് ഒലിച്ച് പോകുന്നെല്ലാം പറഞ്ഞിട്ടാ. ഇതാ ഇപ്പം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കല്ലെല്ലാം കാണുന്നിടത്തെല്ലാം നിറച്ച് വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ ബ്രദറും എൻ്റെ ഫ്രണ്ടും അവിടെ പുറത്തെല്ലാം അപ്പുറമെല്ലാം പോയിട്ട് അവർ താഴെല്ലാം പോയി ഫോട്ടോസൊക്കെ കുളിച്ചിട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതാ ഫുഡ് റെഡിയാക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. വന്ന പാടന്നെ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് ഒരു 2 ഫാമിലി അല്ല 2 ബാച്ചിലേഴ്സ് അങ്ങനെ ഉണ്ട് കേട്ടോ. വേറെ ആൾക്കാരൊന്നുമില്ല. നമ്മൾ വീക്കെൻഡിലല്ല കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. വീക്കെൻഡിലാകുമ്പോൾ അവിടെ നല്ലോണം ആൾക്കാരുണ്ടാവും. പിന്നെ ആ വെള്ളത്തിൻ്റെ ടൈമിലും നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം അത്ര ആളൊന്നുമില്ല കേട്ടോ. നമ്മൾ പിന്നെ വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടാണ് ആളില്ലാത്തത്. വീക്കെൻഡിൽ പോകാന്നുണ്ടെങ്കിൽ അവിടെ നല്ലോണം ആൾക്കാരുണ്ടാവലുണ്ട്. അപ്പം നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ഫുഡെല്ലാം ഉണ്ടാക്കാം കേട്ടോ. അത്ര സൗണ്ടും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പുറം കാണുന്ന ഒരു മതിലില്ലേ അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ ഒരുപാട് എന്തെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് റിസോർട്ട് പോലെ അവിടെ പോയിട്ട് താമസിക്കാനുള്ള ആ ഒരു സൗകര്യമെല്ലാം അവരവിടെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതാ ഒരു ഊഞ്ഞാലെല്ലാം ഉണ്ടായിരുന്നു. ഊഞ്ഞാലെല്ലാം ആൾക്കാർ പൊട്ടിച്ചിട്ടെല്ലാം പോയിന് കേട്ടോ. നമ്മളിത് ഊഞ്ഞാലിത് കെട്ടിയ ടൈമിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഒരു ഉറപ്പില്ലാത്തൊരു ഊഞ്ഞാലായിരുന്നു. ഇപ്പം കയ്യും കാലമൊന്നുമില്ല ഊഞ്ഞാലിന്, എല്ലാം പൊട്ടിയിട്ടെല്ലാം പോയിന്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവിടെ എല്ലാം ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളിവിടെ എത്തിയപ്പോഴത്തേന് ചിക്കന് തണുപ്പെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഏകദേശം പോയിട്ടുണ്ട്. എന്നാലും ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ കാലാവസ്ഥ തന്നെ തണുപ്പായതുകൊണ്ട് ഫുള്ളായിട്ട് തണുപ്പൊന്നും പോയിട്ടില്ല. പിന്നെതാ ആദ്യം ഞാൻ കട്ട് ചെയ്തിട്ട്, പക്ഷേ എൻ്റെ കൈ നല്ലോണം തണുക്കുക. അപ്പോൾ ഫാദുവിന് പിന്നെ പെട്ടെന്ന് കഴിയും ചിക്കൻ കട്ട് ചെയ്യല്ലേ. അപ്പോൾ തോലെല്ലാം എടുത്തിട്ട് എനിക്ക് ചിക്കനെല്ലാം കട്ട് ചെയ്തിട്ട് കഴുകിയിട്ടെല്ലാം തന്നിട്ടാ. ഒരു 4-5 വട്ടം കഴുകിയിട്ട് നമ്മൾ വെള്ളമെല്ലാം കൊണ്ടുവന്നീന് കേട്ടോ. അങ്ങനെ കഴുകിയിട്ടെല്ലാം തന്ന് പിന്നെതാ ഞാൻ ഉള്ളിയും തക്കാളിയും അതിലേക്കുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യലാണ് ചിക്കൻ കറിക്കുള്ള. ഉള്ളിയെല്ലാം തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ടെല്ലാം കൊടുന്നതുകൊണ്ട് തന്നെ ഉരുളങ്കിഴങ്ങ് ഇതെല്ലാം കഴുകിയിട്ട് എല്ലാം അങ്ങനെ കൊണ്ടുവന്ന് കേട്ടോ. കട്ടയിൽ ഇവിടെ വന്നിട്ട് എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിക്കാം. പിന്നെ ചിക്കൻ്റെ കറി ആകുമ്പോൾ പെട്ടെന്ന് ആവുമല്ലോ. അപ്പോൾ അത് പറഞ്ഞ് നീ ഇത് കട്ട് ചെയ്തിട്ടെല്ലാം തന്നോ, ഞാൻ ഈ ചിക്കൻ്റെ കറി ആക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഗ്യാസെല്ലാം കത്തിച്ച് ആദ്യം കുക്കർ വെച്ച് കുറച്ച് ഓയിലെല്ലാം ഒഴിച്ച്. അപ്പോൾ ഉള്ളി ഞാൻ കട്ട് ചെയ്തുകൊണ്ട് ഒരു 3 എണ്ണം ആദ്യം കട്ട് ചെയ്തിട്ടാ. പിന്നെ ഇപ്പോൾ അത് പറഞ്ഞ് 3 എണ്ണം ഉണ്ടാവില്ല, ഒന്നും കൂടെ കട്ട് ചെയ്തോന്ന്. ഓംപ്ലേറ്റിന് ഞാൻ ഒന്നും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു 4 ഉള്ളിയാന്ന് തോന്നുന്നു കേട്ടോ, ഓർമ്മയില്ല.
അങ്ങനെ അതാ കറി ഉണ്ടാക്കാൻ പോകല എന്നിട്ടാ അപ്പോൾ കറി ഉണ്ടാക്കുന്ന ആൾ സിറ്റിങ്ങെല്ലാം റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ഫാദുവിൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി എന്നിട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നില്ല, ഇതിലുള്ള വോയിസ് തന്നെ നിങ്ങൾ കേട്ട് നോക്കി, വോയിസ് ഓവർ കൊടുക്കാതെ. അപ്പോൾ ഓൺ വോയിസ് തന്നെ ഞാൻ ഇടുന്നിട്ടാ. ഫാദുവിൻ്റെ പച്ചമസാല ഒന്നുമില്ല. എന്റെ മാപ്പിളക്ക് ഒരു ചിക്കന്റെ കറി ഉണ്ടാക്കാൻ അറിയില്ല. അയാളാണ് മഹാന്. ജീവിതത്തിൽ ചിക്കൻ കറി വെച്ചിട്ടില്ല. നമ്മൾ കൂട്ടാൻ തന്നെ അറിയുള്ളൂ, നമുക്ക് തിന്നാനല്ല അറിയുള്ളൂ, ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. പക്ഷെ ഞങ്ങളടുത്ത് പറയുന്നുണ്ടായിരുന്നു ഞാനല്ലേ വെച്ചു കൊടുക്കും. അപ്പൊ ഫാദുവിന്റെ നിയമപ്രകാരം ഒരു ഉള്ളിയും കൂടെ അത് നമുക്ക് ഗ്രേവിയിൽ കുറച്ചോ കറി കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതിന് ഗ്രേവിയിൽ ഇങ്ങനെ കളിക്കാൻ കിക്ക് കിട്ടണം. അതിന് പുട്ടാരി വെക്കൂ. ചിക്കൻ കറിയും പൊട്ടും കിട്ടും എന്ന് വിചാരിക്കണ്ട അല്ലേ? കറിവേപ്പിലേ നമ്മൾ മറന്നുപോയതാണ്, അത് കുറച്ച് മുമ്പ് ഇടേണ്ട സാധനമാണ്. നമ്മൾ ടൊമാറ്റോ ഇടുന്നതിന് മുമ്പ് കറിവേപ്പില ഇടാം. കറിവേപ്പില എന്തൊരു ബേജാറിൽ പവർ ബാങ്ക്. ഞാനിപ്പം വിശന്നിട്ട് മരിക്കും പാത്തു മരിക്കും പാത്തു. ഇത് ഓണാണോ? മഞ്ഞപ്പൊടി എന്തേ അടിച്ചോനെ ഇതും ഇതാ. ഗ്രീൻ മസാല, നിങ്ങളുടെ ഗ്രീൻ മസാല. നമ്മുടെ മൊഹബത്തിന്റെ ചിക്കൻ ഇടാൻ പോവാണ്. ആഷിമിലെ ചിക്കന് ലെഗ് പീസ്. സ്പെഷ്യൽ ഉണ്ട്, സ്പെഷ്യൽ ഉണ്ടെന്ന് പറയാണ്ട്. ഇതാണ് സ്പെഷ്യൽ. ഇതൊരു സ്പൂണില്ലേ? അല്ലടാ, ഈ വെള്ളം പോലത്തെ സാധനമില്ല ഞങ്ങളുടെ അവിടെ മുഹബത്തിന്റെ ചായ. ഉറങ്ങൂ നീ. നീ അഷ്ഫാഖിനോട് സംസാരിക്കരുത്. അതന്നല്ലേ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ എങ്ങനെ പുട്ട് കഴിക്കുന്ന? അപ്പൊ തേങ്ങ എവിടെ? തേങ്ങ ഞാൻ എന്ത് കൊണ്ടുവരാത്തല്ലേ, തട്ടിക്കൂട്ടല്ല. ആ ചെക്ക ഇതുവരെ ക്ലീൻ ആക്കാത്തല്ല വെല്ല വെല്ല ക്ലീൻ ആക്കി ഇങ്ങോട്ട് എത്തിയല്ലോ. ഉച്ചനെ പോലെ പറക്കും. അതുകൊണ്ടല്ലേ എത്ര വാഷ്റൂം എത്ര വാഷ്റൂം ആക്കി അറിയോ? ഇതിങ്ങനെ വന്ന് വന്ന് ഇതായതാ, ആൾക്കാർ വന്ന് വന്ന് ഇപ്രായമാണ് ഇവർ ഇതൊക്കെ തൊട്ടത്. ഇതൊക്കെ ഇപ്പൊ അടുത്താണ് ഇതാക്കിയത്. ഇതൊന്നും അതിലൊന്നും ഇല്ലായിരുന്നു. ആ പേടിച്ച് പേടിച്ച് ഇറങ്ങിയത് ആദ്യമൊക്കെ. ആ വെള്ളത്തിൽ തന്നെ ഞാൻ പേടിച്ച് പേടിച്ച് നടന്നോണ്ടായത്. ആ കല്ലായിരുന്നു, അതുകൊണ്ട് നേരെ നടക്കാൻ പറ്റുന്നില്ല. ആ രണ്ടും അതല്ല, ഒന്ന് ഓമാനി ഒന്ന്
ആ ഇതിനെ ഇങ്ങനെ വെച്ച് മുകളിൽ വെച്ച് കൊടുത്താൽ മതി അല്ലേ? കറിന്റെ കൂടെ തന്നെ. മറ്റേ വെള്ളം വേണ്ടല്ലോ അപ്പൊ അതിന്റെ ആവിക്കത് വേവും. ഇതിന്റെ അടിയില് വിസിലിന്റെ ഉള്ളിൽ വെക്കുന്നതാണ്. Only 2 minutes. ഉള്ളിലൊക്കെ മാഗിക്കുള്ള സമയം. വേഗം കുട്ടി വേഗം എന്താ അതിനുള്ളില് അതൊക്കെ ഇവർക്ക് വിചാരം പുട്ടുണ്ടാക്കാനേ കൊറേ പണിയാണ്. പക്ഷെ ആ ചെയ്ത് കൊടുത്തവന് പറ്റിച്ചിനി ഈ വർക്ക് ഏറ്റെടുത്തവരില്ലേ ആ ഉടായിപ്പ്. ഇത് ആ വെച്ച സമയത്ത് തന്നെ പടപടാ വീണ പോലെ ഉണ്ട്. ആ നമ്മള് വന്നപ്പോ തന്നെ ഒരു സൗണ്ട് എല്ലാം ഉണ്ടായിരുന്നു. ഇതാ നല്ല മണം. ഫുൾ പറ്റിക്കൽസ് ആണ് ഗൈസ്. എന്തോ പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പുട്ടും കുറ്റിയാക്കി. ഇത് കണ്ടിട്ടാരും ഇങ്ങട് വരണ്ട. ഇതെന്താ ഒരു മീൻ കറിന്റെ വേണം? അയ്യോ ജാങ്കോ, ഞാൻ പെട്ടടാ. ഞാൻ വെച്ച കോയിന്റെ കറി മീനിന്റെ കറി വേണം. നമ്മളെ പുട്ടായിട്ടുണ്ട്. ഞങ്ങളെ പൊട്ട് വീണ് ഗായ്. ചെറിയ കുച്ചി 3 എണ്ണം പുട്ടും ബീഫിന്റെ കറി ഭയങ്കര ടേസ്റ്റ്. പക്ഷെ നമുക്ക് ബീഫ് നല്ല വേവല്ലേ, അപ്പൊ അതുകൊണ്ട് ചിക്കൻ എടുത്ത് കഴിച്ചു. പക്ഷെ ഞാൻ ഒരാള് പുട്ടുണ്ടാക്കണ തിരക്കില്, ഒരാള് പുട്ടുന്നാവോന്നുള്ള തിരക്കില്, ഒരാള് ആയാ വിളിച്ചാൽ മതി വേറെ എന്തെങ്കിലും നടക്കുമ്പോഴേ. സാധാരണ വീട്ടിൽ വിളിക്കേണ്ട സമയത്താണ് ഇവിടെ എത്തിയത്. അപ്പൊ അവിടെ ഒരു വിവരം കിട്ടിയില്ല അല്ലേ? ഫോൺ വിളിച്ച് കിട്ടുന്നില്ല. സമരം ചെയ്യുന്നുണ്ട്. എല്ലാവരും 3 പുട്ടാവുന്ന പ്രതീക്ഷയിലാണ്. പക്ഷെ 3 കുറ്റി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ കിട്ടിയ പുട്ട്. ഇതാണ് കിട്ടിയ പുട്ട്. 1 മിനിറ്റ് പുട്ട്. പുട്ടിക്ക് മറ്റേ പഴമുണ്ട് അല്ലേ? പഴം വണ്ടിയുടെ ബാക്കിലുണ്ട്. വിശപ്പ് സഹിക്കാൻ പുട്ടും കള്ള പുട്ടും കള്ള കാര പുട്ട് കെട്ട് ഷെഫിനോട് ചോദിക്കാതെ പുട്ടും കള്ളൻ. എനിക്ക് പുട്ട് മാത്രം മതി. എങ്ങനെയുണ്ട് താങ്കളുടെ അഭിപ്രായം? കഴിച്ചോണ്ട് താങ്കൾ സൂപ്പർ മനസ്സിലായില്ല ഒന്നുകൂടെ. ചൂടുന്നാന്ന് പറഞ്ഞു ചിക്കൻ കറിന്റെ ഇവിടെ വെള്ളമെല്ലാം കൊണ്ടുവന്നിട്ടോ. കറിയും റെഡി. ഫഹദിന്റെ ചിക്കൻ കറി കുഴപ്പമില്ല. പുട്ട് റെഡി ചെയ്തു. രണ്ട് മരമാക്രികൾ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. വരുന്നേ. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ചിക്കൻ കറി. ഇത് കുറച്ച് പറ്റിയോ? ചിക്കൻ നല്ല ഉണ്ടല്ലേ? 1300 രൂപ. अच्छा तो स्टार्ट करें. ഉപ്പ് നോക്കുന്ന 2 ആൾക്കാര്. ചിക്കൻ കറി ഉണ്ടാക്കാൻ നമ്മൾ റൂമിലൊക്കെ ഉണ്ടാക്കിയ പോലെ റൂമിൽ ഉണ്ടാക്കിയ പോലെ കുട്ടികളുണ്ടാവട്ടോ. ചിക്കൻ ഒറ്റക്ക് തന്നെ തരുമോ?
ഒരു 7 മണിയെല്ലായപ്പോൾ നമ്മളെ ചിക്കൻ്റെ കറിയും അതുപോലെ തന്നെ ആ പുട്ടും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനിതാ നമ്മൾ കഴിക്കലാന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് കോമഡിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സ്റ്റേ ചെയ്യാനെല്ലാം പോകലുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ ഒരു 2-3 ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെ സ്റ്റേ ചെയ്യാൻ പോകണമെന്ന് പ്ലാൻ ആക്കിക്കൊണ്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതാ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ്റെ കറി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പണിയെടുക്കുന്നവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു ഫാദു നിങ്ങൾക്ക് വേണമെന്ന്. അപ്പോൾ ഓക്കെ ചിക്കൻ്റെ കറി വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ കുബൂസ് എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ കഴിച്ചോളൂ അങ്ങനെ പറഞ്ഞ് അങ്ങനെ നമ്മൾ അവർക്ക് കൊടുക്കുക കേട്ടോ ചിക്കൻ്റെ കറി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാ ഇനി അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.